The resonance of emotions determines the result of interactions between systems. ഒരു സത്തയുടെ ഭൗതികമായ ശരീരം അതിന്റെ പരിസരത്തോട് ഇടപെടുവാൻ സ്വയം ഉണ്ടാക്കുന്ന സ്ഥല കാല രൂപ ഭാവ ഭവ സ്ഥിതിഭേദ സജ്ജീകരണമാണ് അഥവാ ശരീര ഋതുവാണ് വികാരം. ഋതുക്കളിൽ ശരീരം അതിന്റെ പരിസരത്തിന്റെ ചലനവേഗത്തിനോട് ആനുപാതികമായ ഒരു ചലനവേഗം കൈക്കൊള്ളുന്നത് വഴിയാണ് പരിസരവുമായി പാരസ്പര്യത്തിലാകുന്നത്. ഈ ചലനവേഗം അഥവാ ആവർത്തിയത്രേ ശരീര പരിസര പാരസ്പര്യത്തിന്റെ പരിണതി നിർണയിക്കുന്നത്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. വികാരങ്ങളുള്ളവരാണ് നമ്മൾ. മുമ്പിൽ പലത് കാണുമ്പോഴും നമുക്ക് വികാരം ഉണ്ടാവും. ചിലത് ഓർക്കുമ്പോൾ നമുക്ക് വികാരം ഉണ്ടാവും. വികാരം നമ്മളെ പലപ്പോഴും പല തരം പെരുമാറ്റങ്ങളിലേക്കും കൊണ്ടുപോകും. പക്ഷെ നമുക്കറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ വികാരം എന്നുള്ളതാണ്. കോപം ഒരു വികാരമാണെന്നും സ്നേഹമോ പ്രണയമോ കാമമോ ഒക്കെ ഓരോ വികാരങ്ങളാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ എന്താണ് ഇത് എന്ന് നമുക്കറിയില്ല. അറിയേണ്ട ഒരു പശ്ചാത്തലമില്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുമില്ല. നമ്മുടെ ഒരു ജീവിതത്തിൽ അതങ്ങനെ ഒരു പഠിക്കുക എന്നുള്ളത് ഒരു എസെൻഷ്യൽ ഫാക്ടർ ഒന്നുമല്ല. പക്ഷെ എന്താണ് വികാരം എന്ന് അറിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഈ വികാരങ്ങളുടെ ഒരു തരം റെസൊണൻസ് അല്ലെങ്കിൽ അനുരണനം എന്ന് പറയുന്നതാണ് രണ്ട് സത്തകൾക്കിടയിൽ ഉള്ള ഒരു വിനിമയത്തിന് കാരണമാകുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. രണ്ട് വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ എന്റെ ശരീരം ഒരു വ്യവസ്ഥയാണ്, എന്റെ അവയവങ്ങൾ ഒരു വ്യവസ്ഥയാണ്, എന്റെ ഭൂമി മാതാവ് എന്ന് പറയുന്നത്, എന്നെ പേറിയിരിക്കുന്ന ഈ മഹാസംവിധാനമായിട്ടുള്ള ഭൂമി എന്ന് പറയുന്ന വലിയ കൂട്, അതൊരു വ്യവസ്ഥയാണ്. ഈ രണ്ട് വ്യവസ്ഥകൾ, വലിയ വ്യവസ്ഥയും അതിനകത്തുള്ള ചെറിയ വ്യവസ്ഥയും. ഇനി അതല്ലെങ്കിലോ ഞാനും വർഗീസേട്ടനും ഞങ്ങൾ രണ്ട് വ്യവസ്ഥകൾ, ഞങ്ങൾക്കിടയിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും രണ്ട് വ്യവസ്ഥകൾക്കിടയിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് വ്യവസ്ഥകളുടെയും വികാരങ്ങളുടെ അനുരണനത്തിന് അനുസൃതമായിട്ടാണ്. അതല്ലെങ്കിൽ എനിക്കൊരു വികാരമുണ്ട്, ആ വികാരത്തിനോട് വർഗീസേട്ടന്റെ വികാരം എങ്ങനെ അനുരണനം ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് ഞങ്ങൾക്കിടയിലുള്ള വിനിമയം സാധ്യമാവുക. എന്റെ അവയവത്തിന് ഒരു ചലനമുണ്ട്, ആ ചലനത്തിനനുസരിച്ചാണ്, ചലനവേഗത്തിനനുസരിച്ചാണ്, അതിന് ആനുപാതികമായി എന്റെ വികാരങ്ങള് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ആ വിനിമയം, ആ പാരസ്പര്യം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വികാരം എന്താണ്? അപ്പോഴും വീണ്ടും ഒരു സത്തയുടെ ഭൗതികമായ ശരീരം അതിന്റെ പരിസരത്തോട് ഇടപെടുവാൻ സ്വയം ഉണ്ടാക്കുന്ന സ്ഥല കാല രൂപ ഭാവ ഭവ സ്ഥിതിഭേദ സജ്ജീകരണമാണ് അഥവാ ശരീര ഋതുവാണ് വികാരം. ഞാൻ എന്റെ പരിസരത്തോട് ഇടപെടുക എന്നുള്ളൊരു പ്രക്രിയ. നമുക്കറിയാം ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് അതിന്റെ എൻവയോൺമെന്റിലാണ്. ആ എൻവയോൺമെന്റുമായിട്ട് അത് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. മീൻ കടലിൽ കിടക്കുന്നത് പോലെ, ഒരു മീൻ കടലിൽ കിടക്കുന്നത് പോലെ കടലാകുന്ന വ്യവസ്ഥയ്ക്കകത്ത് മീനാകുന്ന വ്യവസ്ഥ നിൽക്കുന്നു. അപ്പോ ഒരു വ്യവസ്ഥ നിൽക്കുന്നത് അതിന്റെ പരിസരത്താണ്. അതിന്റെ പരിസരം സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള ഒരു ഇടത്താണ് നിൽക്കുന്നത്. അപ്പൊ ഈ പരിസരം എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയും അതെന്ന് പറയുന്നത് അതിനകത്ത് ഉപരിവ്യവസ്ഥയുടെ ഒരു ആന്തരിക വ്യവസ്ഥയുമാണ്. ഈ വ്യവസ്ഥ, മീൻ എന്നുള്ള വ്യവസ്ഥ നിലനിന്നു പോകുന്നത് അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നതിനെ സ്വീകരിച്ചു വേണ്ടാത്തതിനെ കൊടുത്തുമാണ്. അപ്പോ കടലിൽ നിന്നും വേണ്ടുന്ന ഭക്ഷണത്തെ
അല്ലെങ്കിൽ വെള്ളത്തെ, ഓക്സിജനെ ഒക്കെ മീന് സ്വീകരിക്കുന്നു, അതിനെ സ്വാംശീകരിക്കുന്നു, അതിൽ നിന്നും ശരീരമാകേണ്ടുന്നതിനെ പിരിച്ചെടുക്കുന്നു, എന്നിട്ട് ശരീരത്തിന്റെ ഭാഗമാക്കുന്നു, വേണ്ടാത്തതിനെ വീണ്ടും കടലിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഒരു ചക്രം അതിനകത്തൂടെ കടന്നുപോയി, ഒരു ഒഴുക്കിന്റെ ഒരു ചക്രം, ഫ്ലോ പാറ്റേൺ എന്ന് പറയുന്ന ഒരു ചക്രം അതിനകത്തൂടെ കടന്നുപോയി. അപ്പൊ അതിനകത്തു നിന്നും വേണ്ടുന്നത് സ്വീകരിച്ചു, വേണ്ടാത്തത് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെയാണ് ഒരു സത്ത അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ അതിന്റെ ഉപരിവ്യവസ്ഥയുടെ പരിസ്ഥിതിയിൽ നിലനിന്ന് പോകുന്നത്. ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിന്റെ പ്രോസസ്, സിസ്റ്റത്തിന്റെ പ്രവർത്തനം നടപ്പിലാകുന്നത് അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നത് സ്വീകരിച്ചുകൊണ്ടാണ്. ഇത് നമ്മൾ പലതവണ പല രൂപത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോ വെളിയിൽ നിന്നും വേണ്ടുന്നത് സ്വീകരിക്കാൻ ഈ സത്ത റെഡിയാണ്, സജ്ജമാണ്. ഇപ്പൊ വെളിയിലുള്ള സാഹചര്യത്തിനനുസരിച്ചാണ് ഈ സത്തയുടെ സ്വീകരണം സംഭവിക്കുക. ഈ സത്തയ്ക്ക് എന്താവശ്യമുണ്ടെന്ന് വെളിയിലുള്ള പരിസ്ഥിതിക്ക് മനസ്സിലാകുന്നതും ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് നിൽക്കുമ്പോഴാണ്. ഇപ്പോ ചിത്രത്തിൽ കാണിച്ച അമ്മയും കുഞ്ഞിന് പാല് വേണമെന്ന് അമ്മയോട് സംവദിക്കുന്നത് വികാര രൂപേണയാണ്. നമുക്കറിയാം, കുഞ്ഞ് കരയുന്നത് കേട്ടാലല്ല അമ്മയ്ക്ക് പാല് ചേർക്കുക, കുഞ്ഞിന് വിശക്കുമ്പോൾ അമ്മയ്ക്ക് പാല് ചേർക്കും. പെറ്റമ്മമാരെ കൈകാര്യം ചെയ്ത ഭർത്താക്കന്മാരോ അല്ലെങ്കിലുള്ളവർക്കും ഒക്കെ അറിയാം ഇക്കാര്യം. കുഞ്ഞിന് വിശക്കുന്ന സമയം, കുഞ്ഞിനെ കുറിച്ച് അമ്മ ഓർക്കുന്ന സമയം, കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷന്റെ സമയം, ആ സമയത്താണ് പാല് ചുരുക്കുക. അപ്പൊ ഈ പാല് ചുരുക്കുക എന്നുള്ളത് കുഞ്ഞിനെ വിശപ്പുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയല്ല, അമ്മ വൈകാരികമായ അതൊരു സജ്ജീകരണത്തിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോ താൻ തന്റെ പരിസരത്തോട് ഇടപെടാൻ പാകത്തില് ഞാൻ നിൽക്കുന്ന ഇടം, സ്ഥലം, ആകാശം, കാലം, ഏത് സമയമാണ്, ഏത് ബോധാവസ്ഥയിലാണ്, ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്, എന്ത് സംഭവത്തിലാണ് എന്റെ ശരീരം നിലകൊള്ളുന്നത്. അപ്പൊ എന്റെ പരിസരത്തോട് ഇടപെടാൻ പാകത്തിൽ എന്റെ ശരീരത്തിന്റെ സ്ഥലവും കാലവും രൂപവും ഭാവവും നിലനിൽക്കുന്നത് അതിന്റെ സ്ഥിതി ഭേദം ചെയ്ത് സജ്ജീകരിക്കും. എനിക്ക് അവിടെ നിന്നും ഇപ്പൊ പാല് വരണം, അന്തരീക്ഷത്തിൽ നിന്നും എന്റെ പരിസരത്ത് നിന്നും എനിക്ക് വേണ്ടുന്ന ഭക്ഷണം വരണം എന്നുണ്ടെങ്കിൽ അതിനു പാകത്തിൽ ഞാൻ എന്റെ ഈ കാലാവസ്ഥയെ ഒന്ന് സജ്ജീകരിക്കും, എന്റെ ശരീരത്തിന്റെ ഒരു അവസ്ഥയെ സജ്ജീകരിക്കും. ആ സജ്ജീകരണമാണ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശരീരത്തിന്റെ കാലാവസ്ഥയാണ്. കാലാവസ്ഥ പോലെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ശരീരത്തിന്റെ കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. ശരീര ഋതു എന്ന് പറഞ്ഞതാ. അപ്പോ വേണ്ടുന്നത് എടുക്കാൻ പാകത്തിലായി അതിന് സജ്ജീകരിച്ചുകൊണ്ട് ശരീരം ഒരു കാലാവസ്ഥ ഒരുക്കുന്നു. വിശപ്പുള്ളപ്പോൾ ഒരു കാലാവസ്ഥ ഒരുക്കുന്നു. ഉചിതമായതല്ലാത്തത് വരുന്ന സമയത്ത് ഒരു കാലാവസ്ഥ ഒരുക്കുന്നു. പുനരുൽപാദനത്തിന്റെ സമയത്ത് ഒരു കാലാവസ്ഥ ഒരുക്കുന്നു. വിവിധ തരം ആ വികാരങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെ ഓരോ തരം കാലാവസ്ഥകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇനി ചെയ്യേണ്ടുന്ന പ്രക്രിയ എന്തോ അതിനനുസരിച്ച് ഒരു കാലാവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് പരിസരവുമായി, സത്ത അതിന്റെ പരിസരവുമായി നടത്തേണ്ടുന്ന വിനിമയത്തിന്റെ, പാരസ്പര്യത്തിന്റെ, കൊടുക്കൽ വാങ്ങലിന്റെ ഒരുക്കമാണ്. കൊടുക്കാനും വാങ്ങാനും, പരിസരവുമായിട്ട് എന്തെങ്കിലും കൊടുക്കാനും അത് വാങ്ങാനും വേണ്ടിയുള്ള ഒരുക്കമാണ്. ഒരുങ്ങുന്ന സമയത്ത് എങ്ങനെ വരും? ഇപ്പൊ വീട്ടിലേക്ക് നമ്മൾ രോഗിയായ എന്റെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ, ആശുപത്രിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് ആ സ്ട്രക്ചറിനുള്ളിലേക്ക് കയറാൻ പാകത്തിൽ നമ്മൾ മുൻവശത്തെ ചെയറുകളൊക്കെ മാറ്റി, പിന്നെ നമ്മൾ ആ ചുറ്റുപാടിലേക്ക് ഒന്ന് സജ്ജീകരിച്ചു, വഴി മാറ്റി, ഡോറുകളെല്ലാം തുറന്നിട്ടു. ചില ഭാഗത്തെ ഡോറുകളെല്ലാം തുറന്ന് ഒരുപാട് സ്പേസ് ഉണ്ടാക്കി, ഈ സ്ട്രക്ചർ തിരിക്കാനും പാകത്തിലും ഒക്കെ. അച്ഛൻ വരുന്നതിന് മുമ്പേ നമ്മൾ മറ്റേ ഇലക്ട്രിക് കോട്ടൊക്കെ സജ്ജീകരിച്ചു. ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കം താഴ്ത്തൊക്കെ ചെയ്തു. അച്ഛന് പോകാനും താഴാനും കഴിയില്ല. പിന്നെ അതിനനുസരിച്ചുള്ള പവർ സപ്ലൈ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയെ സ്വീകരിക്കണമെങ്കിൽ, പ്രത്യേക അവസ്ഥയിൽ നിന്നും നമ്മളൊരു കാര്യത്തെ ഉൾക്കൊള്ളണമെങ്കിൽ ആ ഉൾക്കൊള്ളാൻ പാകത്തിൽ നമ്മളൊന്ന് സ്വയം സജ്ജീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ
വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അകത്തു നിന്നും പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു കാര്യത്തെ ആ കാര്യത്തിനനുസരിച്ച് ആ ഇടപെടൽ നടക്കുന്നതനുസരിച്ചുള്ള സജ്ജീകരണമാണ് വികാരം എന്നാണ് പറഞ്ഞത്. ഋതുക്കളിൽ ശരീരം അതിന്റെ പരിസര ചലന വേഗത്തിനോട് ആനുപാതികമായ ഒരു ചലനവേഗം കൈക്കൊള്ളുന്നത് വഴിയാണ് പരിസരവുമായി പരസ്പരത്തിലാകുന്നത്. ഈ പരിസരത്ത് എന്താണോ ഉള്ളതിനനുസരിച്ച് ഞാൻ ഒരു ചലനത്തിലേക്കാകുന്നു. അപ്പൊ ഒരു മാങ്ങ ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. എനിക്ക് മാങ്ങ വേണം. അപ്പൊ മാങ്ങ ആടിക്കളിക്കുമ്പോൾ ആടുന്ന മാങ്ങയ്ക്കനുസരിച്ച് ഞാനും ആടാൻ അല്ലെങ്കിൽ എന്റെ കയ്യും ആടാൻ ഒരുങ്ങിയാൽ മാത്രമേ എനിക്ക് ആ മാങ്ങയെ പിടിച്ച് വലിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. മാങ്ങ അങ്ങോട്ട് പോകുന്നു, ഞാൻ ഇങ്ങോട്ടും പോകുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആ മാങ്ങയെ പിടിക്കാൻ കഴിയില്ല. ചിലപ്പോൾ പിടിച്ചേക്കാം, യാദർശികം, പക്ഷെ ഉറപ്പില്ല. അതേസമയം മാങ്ങയുടെ ചലനത്തിനനുസരിച്ചാണ് ഞാൻ പോകുന്നതിലേക്ക് ഉറപ്പാണ്, എനിക്ക് അതിനെ റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോ എന്റെ ഉള്ളിൽ ഒരു ചലനം സംഭവിക്കുന്നുണ്ട്. ആ ചലനം കൊണ്ടാണല്ലോ എന്റെ ഉള്ളിൽ സ്ഥിതിഭേദം ഉണ്ടായത്. സ്ഥലകാല രൂപഭാവ സ്ഥിതിഭേദ സജ്ജീകരണം ഉണ്ടായത് എന്റെ ഉള്ളിൽ ഒരു ചലനം കൊണ്ടാണല്ലോ. എന്ത് ചലനമാണ് ഉണ്ടായത്? വെളിയിലുള്ള ഒരു ചലനത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം അവിടെയുള്ളൊരു വസ്തുവാണ്, അത് ജീവിച്ചു പോകുന്നുണ്ട്, അത് ഉണ്ടായി വരുന്നുണ്ട്, അതിനുശേഷം അത് കുറച്ചു കാലം സ്ഥിതി ചെയ്യുന്നുണ്ട്, അതിനുശേഷം നശിച്ചു പോകുന്നുണ്ട്. ഇത് പ്രകൃതിയിൽ സംഭവിക്കുന്നു. അരി അല്ലെങ്കിൽ ചപ്പാത്തി അതല്ലെങ്കിൽ പൊറോട്ട, ഈ സാധനം ഉണ്ടാകുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ ഇല്ലാതാവുന്നുണ്ട്. അതിന്റെ ചലനത്തിനനുസരിച്ച്, അതിന്റെ ചലനം എന്ന് പറയുമ്പോൾ അത് ഉണ്ടായി ഇല്ലാതായി മാത്രമല്ല ചലനം കേട്ടോ, അതായി നിൽക്കുന്ന, അതായി രൂപപ്പെടുന്ന എല്ലാം അതിന്റെ ചലനമാണ്. അതിന്റെ ചലനത്തിനനുസരിച്ച് എന്റെ ചലനം ചേർന്ന് വരുമ്പോ മാത്രമേ ഈ പൊറോട്ട എന്റെ അകത്തേക്ക് വരികയുള്ളൂ. കുറച്ചുകൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ, ഈ പൊറോട്ട എന്ന് പറയുന്ന ആശയമുണ്ടല്ലോ, പൊറോട്ട എന്നുള്ള സത്യമുണ്ടല്ലോ, ആ സത്യത്തിന് ഒരു ചലന വേഗമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിക്ക് അനുസൃതമായിട്ട് എന്റെ അകത്തൊരു ഫ്രീക്വൻസി ഉണ്ട്, എന്റെ അകത്തുള്ള ഒരു ചലനമുണ്ട്, ചലന വേഗമുണ്ട്, ചലന ആവൃത്തിയുണ്ട്. ആ ആവൃത്തി റെസനേറ്റ് ചെയ്യുമ്പോൾ, അനുരണനം ചെയ്യുമ്പോൾ ആണ് എനിക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് കുഞ്ഞിന് വിശപ്പുണ്ടാകുന്ന സമയത്ത് ആ വിശപ്പിന്റെ വിളിയോട് ചേർന്ന് നിൽക്കാൻ പാകത്തിലാണ് അമ്മയുടെ മനസ്സ്, അമ്മയുടെ മാറിടം. കുഞ്ഞിന് വിശപ്പുണ്ടാകുമ്പോൾ അമ്മയ്ക്ക് പാല് ചുരക്കും. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസീസ് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. കുഞ്ഞിന്റെ ആവശ്യവും അമ്മയുടെ ദാനവും, കുഞ്ഞിന്റെ വിശപ്പ് അമ്മയുടെ ദാനം, ഇത് രണ്ടും ചേർന്ന് പോകുന്നു, രണ്ടും ഒരു ഫ്രീക്വൻസിയിലാകുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫ്രീക്വൻസിയിലാകുന്ന സമയത്ത് ഈ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു. കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിന് മാത്രമല്ല ഉള്ളത്. ഇപ്പോ അമ്മ ഒന്ന് ആവശ്യപ്പെടുന്നു, കുഞ്ഞ് അതിൽ നിന്നും എതിർദിശയിൽ ഒരു കാര്യം ചെയ്യുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്താ ഉണ്ടാവുക? ദേഷ്യം വരും. അപ്പോ കുഞ്ഞ് ഇന്ന രീതിയിലാകണം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുകയും അതിൽ നിന്നും വിഭിന്നമായ ഒരു ചലനം കുഞ്ഞ് നടത്തുകയും ചെയ്യുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ വിധിക്കപ്പെട്ട, അതിനെ നിയന്ത്രിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഈ അമ്മയുടെ ചലനവും കുഞ്ഞിന്റെ ചലനവും രണ്ട് വഴിക്കാകുന്നു, രണ്ട് അനുപാതത്തിലാകുന്നു, രണ്ട് ഫ്രീക്വൻസിയിലാകുന്നു. ഈ ഫ്രീക്വൻസികൾ തമ്മിലുള്ള ആ വൈരുദ്ധ്യമാണ് അമ്മയുടെ അകത്ത് കോപമോ കുഞ്ഞിന്റെ അകത്ത് ഭയമോ ഒക്കെ സൃഷ്ടിക്കുന്നത്. ഇത് ഞാൻ ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഈ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു ഫ്രീക്വൻസിയും ശരീരത്തിന് പുറത്തുണ്ടാകുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള അനുപാതമുണ്ടല്ലോ, ഇവ തമ്മിൽ എത്രത്തോളം ചേർന്ന് പോകുന്നു, എത്രത്തോളം അടുത്ത് നിൽക്കുന്നു, അതിനനുസരിച്ചായിരിക്കും ഈ വിനിമയം എന്നുള്ള പ്രക്രിയ ഉണ്ടാവുക. അപ്പോ പുറത്തുള്ള ഒന്നിനനുസരിച്ച് അകത്തും, അല്ലെങ്കിൽ അകത്തിന്റെ അകത്തുള്ളതിനനുസരിച്ച് അകത്തും. എന്റെ ശരീരത്തിന്റെ ഏറ്റവും അകത്തുള്ള ഒരു കാര്യത്തിന്റെ ആവൃത്തിക്കനുസരിച്ച് എന്റെ മനസ്സിലും, അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ആവൃത്തിക്കനുസരിച്ച് പുറം ലോകത്തും, അല്ലെങ്കിൽ പുറം ലോകത്തിന്റെ ആവൃത്തിക്കനുസരിച്ച് എന്റെ മനസ്സിലും, അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ആവൃത്തിക്കനുസരിച്ച് എന്റെ ഉള്ളിലെ അകം മനസ്സിലും ഒക്കെ ചലനങ്ങൾ ഉണ്ടാവുമ്പോൾ, ഫ്രീക്വൻസീസ് ഉണ്ടാവുമ്പോൾ, ആ ഫ്രീക്വൻസിയാണ് ഈ ഓരോ തട്ടിലുമുള്ള വികാരങ്ങളെ രൂപീകരിക്കുന്നത്. വികാരം എന്നുള്ളത് സ്ഥലകാല രൂപഭാവ സ്ഥിതിഭേദ സജ്ജീകരണമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ശരീര കാലാവസ്ഥയാണെന്ന് പറഞ്ഞു. പ്രകൃതിയുടെ കാലാവസ്ഥയോ ശരീരത്തിന്റെ കാലാവസ്ഥയോ എന്റെ ആന്തരിക അവയവങ്ങളുടെ കാലാവസ്ഥയോ
ക്രമത്തിലാകുന്ന സമയത്താണ് അവ തമ്മിൽ ഒരേ താളത്തിൽ ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആന്തരിക കോശങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പരിസ്ഥിതിയും നിലകൊള്ളുക. ആ ഒരേ ആവർത്തി എന്ന് പറയുന്നതിനാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, മനസ്സിലെപ്പോഴും ഓർത്തു വെച്ചോളൂ. മാങ്ങ ഇങ്ങനെ ആടിക്കളിക്കുമ്പോ ആ മാങ്ങ പറിക്കണമെങ്കിൽ നമ്മളും മാങ്ങയുടെ ആട്ടത്തിനനുസരിച്ച് ആടേണ്ടി വരും. അതല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് യാദൃശ്ചികമാണ്. നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ഫോർമുലയിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ ആട്ടത്തിനനുസരിച്ച് നമ്മൾ സിങ്ക്രണൈസ്ഡ് ആവണം. സിങ്ക്രണൈസ് ആകുന്നതിനാണ് ഒരേ ഫ്രീക്വൻസിയിലാവുക എന്ന് പറയുന്നത്. ആ ഒരേ ഫ്രീക്വൻസിയിലാണെങ്കിൽ അത് ഈസി ആയിട്ട് നടക്കും. എതിർ ഫ്രീക്വൻസിയിലാണെങ്കിലോ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അവിടെ എന്താ പറയുക, ടർബുലൻസ് ഉണ്ടായി, പ്രക്ഷുബ്ധത ഉണ്ടായി, കോപമുണ്ടായി. ഇനി ഇത് പറിക്കുക എന്നുള്ളതിന് മാത്രമല്ല, അതിനപ്പുറത്ത് അതുമായിട്ട് ലയിക്കാനാണെങ്കിൽ അതിന്റെ ആട്ടത്തിനനുസരിച്ച് മാത്രം അതിന്റെ ഇടത്തേക്ക്, സ്ഥലത്തേക്ക്, കാലത്തേക്ക്, രൂപത്തേക്ക്, ഭാവത്തിലേക്ക് പൂർണ്ണമായിട്ടും ചേർന്ന് പോകണം. അപ്പോ കാമാതുരത എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, കാമത്തില് അധിഷ്ഠിതമാകുന്ന ഒരവസ്ഥ. അത്തരത്തിലാകണമെങ്കിൽ അങ്ങനെ പൂർണ്ണമായും ലയിച്ചു പോകണം, അല്ലെ? രതിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കറിയാം. അത് പൂർണ്ണമായിട്ടും അത്തരത്തിലേക്ക് ആയിത്തീരലാണ്. അതൊരു ഫിസിക്കൽ പ്രോസസ് അല്ല, അതൊരു മെന്റൽ സ്പിരിച്വൽ പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ മെർജ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് രതി എന്നുള്ള സംഭവം ഉണ്ടാവും. വിശപ്പ്, നമ്മുടെ ഒരു ആവശ്യം, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവശ്യം, ജ്ഞാനത്തിനോടുള്ള താല്പര്യം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് അന്വേഷണമായിട്ട് വരുന്നതെല്ലാം തന്നെ ഒരു വികാരമാണ്. ഈ വികാരത്തിനനുസരിച്ച് ചുറ്റുപാടും സജ്ജീകരിക്കപ്പെടും. ചുറ്റുപാടൊരു കാലാവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിലോ ചുറ്റുപാടിനനുസരിച്ച് എന്റെ ഉള്ളൊരു കാലാവസ്ഥ ഉണ്ടാവും. ഇവ തമ്മിൽ പരസ്പരം എത്രത്തോളം ഫ്രീക്വൻസിയിലാകുന്നു, എത്രത്തോളം ഹാർമണിയിലാകുന്നുവോ അതാണ് പരസ്പര ബന്ധത്തിന്റെ, ശരീരവും പരിസരവും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ പരിണതി അഥവാ റിസൾട്ടന്റ് ഉണ്ടാക്കുന്നത്. റിസൾട്ടന്റ് ആയിട്ട് വരുന്ന, റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ റിസൾട്ടന്റ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ശരീരവും പരിസരവും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ഫ്രീക്വൻസിയും അവ തമ്മിലുള്ള അനുരണനം അല്ലെങ്കിൽ റെസണൻസ് ആണ്. നമ്മൾ ഇനി ആഗ്രഹിക്കുമ്പോൾ, ഇനി ഒരു വികാരം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, എന്റെ ശരീരത്തിന്റെ കാലാവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ദേഷ്യമുണ്ടായി, അപ്പോൾ ശരീരം എങ്ങനെയാണ് അതിന്റെ സ്ഥലത്തെ രൂപീകരിക്കുന്നത്, കാലത്തെ രൂപീകരിക്കുന്നത്, രൂപത്തെ രൂപീകരിക്കുന്നത്, ഭാവത്തെ രൂപീകരിക്കുന്നത്? നിങ്ങൾക്ക് വിശപ്പുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് അനുരാഗമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു ആവശ്യമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം മാറി മാറി രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ശ്രദ്ധ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാനും, വികാരങ്ങളെ തിരിച്ചറിയുമ്പോൾ നമ്മൾ പരിസരവുമായിട്ട് പ്രോപ്പറായിട്ട് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് കഴിയാനും. സ്ഥിരജീവന സമൂഹങ്ങളിൽ ജീവിക്കുന്നവർക്ക് വികാരങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുമ്പോൾ മാത്രമേ പ്രകൃതിയുമായിട്ട് ചേർന്നുള്ള ഇടപെടൽ നടക്കുകയുള്ളൂ. അതിനുള്ള ഒരു സജ്ജീകരണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.